അതിന്റെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരിച്ച കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകണമെന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന ന്യായമായ ഒരു വിധിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ എല്ലാം തകർത്തെറിഞ്ഞ കോവിഡിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി വരുമാനമില്ലാത്ത എത്രയോ ആളുകളടങ്ങുന്ന കുടുംബം നമ്മുടെ മുൻപിലോട്ട് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അവർക്ക് ഒരു സഹായമായി, ഒരു ആശ്രയമായി ഈ ഉത്തരവ് മാറും എന്നതുകൊണ്ട് തന്നെ ഈ വിധിയെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായതാണ്. ഈ മരിച്ചുപോയ കോവിഡ് രോഗികളുടെ അംഗസംഖ്യ കുറച്ചു കാണിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ തിരിമറി. രേഖപ്പെടുത്താത്ത പോയ ഒരുപാട് മരണങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം. എത്രയോ ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. എൻ്റെ ബ്രദർ, എൻ്റെ രണ്ടാമത്തെ ബ്രദർ കോവിഡ് വന്നാണ് മരിച്ചത്. പക്ഷേ കോവിഡ് വന്ന് അപ്പം മരിച്ചില്ല. അദ്ദേഹം നെഗറ്റീവായി വീട്ടിൽ വന്നപ്പോൾ ശ്വാസത്തിൻ്റെ ലങ്സിൻ്റെ കംപ്ലൈൻറ്റുമായി കുറച്ച് കഴിയുമ്പോൾ അത് ഓക്സിജൻ കൊടുക്കുന്നിടത്തേക്ക് എത്തി. കുറേ കൂടെ കൂടുതലായപ്പോൾ അത് വെന്റിലേറ്ററിലേക്കായി. വെന്റിലേറ്ററിൽ നിന്ന് കൂടിയാണ് എൻ്റെ ബ്രദർ മരിക്കുന്നത്. സത്യത്തിൽ മരണത്തിൻ്റെ അടിസ്ഥാന കാരണം കോവിഡാണ്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് കോവിഡ് കാരണം കൊണ്ട് മരിച്ച ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരില്ല. അത് ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ആനുകൂല്യം വേണ്ട. പക്ഷെ ഇതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാർ നമ്മളൊക്കെ പ്രതികരിച്ച് അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞതിന് പുച്ഛിച്ചു തള്ളി എന്നാണ് യാഥാർത്ഥ്യം. മനുഷ്യത്വമുണ്ട്, മരണിക്കാത്തൊരു മനുഷ്യത്വം ഈ സർക്കാരിനുണ്ടെങ്കിൽ ആരോരുമില്ലാതെ കഷ്ടപ്പെടേണ്ടി വരുന്ന കോവിഡ് മരണപ്പെട്ടുപോയ കോവിഡ് രോഗികളുടെ അനന്തരാവകാശികൾക്ക് ആ സഹായധനം ലഭ്യമാകാനെങ്കിൽ ഒരു പുനർ പരിശോധന നടത്തി യഥാർത്ഥത്തിൽ കോവിഡ് വന്ന് മരിച്ച ആളുകളുടെ പേരുകൾ എൻട്രി ആക്കണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇതൊരു പ്രക്ഷോഭമായിട്ട് പോകാനൊന്നും ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം. രണ്ടാമത്തെ വിഷയം, ഇപ്പോ ഇവിടെ 400 പരം ബിവറേജ് കോർപ്പറേഷന്റെ ഡിപ്പോകൾ തുറന്നു വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ എക്സാമിനേഷൻ നടക്കുകയാണ്. ഒരു നിയന്ത്രണവുമില്ല എവിടെയും. കോളേജിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടികളെ പരീക്ഷ സെന്ററിന്റെ പരിസരത്ത് ഞാനും നിങ്ങളും ചാനലിലൊക്കെ കണ്ടു. എത്ര കുട്ടികളാണ് കൂടി നിൽക്കുന്നത്? ഒരു തരത്തിലുള്ള മാനദണ്ഡം പാലിക്കാതെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. സർക്കാരിനോട് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, പരീക്ഷ ഇത്തിരി മാറ്റിവെക്കണം. കുട്ടികളുടെയും കൂടി ആവശ്യമായിരുന്നു അത്. 6ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 4ഉം 5ഉം കടന്ന പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല. 4ന്റെ ഇപ്പൊ വന്നു തോന്നുന്നു, 5ന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പൊ സർക്കാർ വളരെ നിശ്ചയദാർഢ്യത്തോടെ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടെയാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. ഞങ്ങൾ നിരവധി ആളുകളോട് ആവശ്യപ്പെട്ടു. വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഗവർണറോട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിച്ചു. ഇതൊക്കെ ആയിട്ട് പോലും തികഞ്ഞ ഏകാധിപത്യ തീരുമാനമാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. കുട്ടികളിൽ മഹാഭൂരിപക്ഷം പേരും പോകാൻ പഠിച്ചവരാണ്. അവർക്ക് ജീവനല്ലേ വരുന്നത്. വാക്സിൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പ്രശ്നമില്ല. ഇവിടെ വാക്സിൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കുട്ടികൾക്ക് വാക്സിൻ തുടങ്ങിയിട്ട് പോലുമില്ല. 18 വയസ്സുകാർക്ക് ഇവിടെ തുടങ്ങിയിട്ട് പോലുമില്ല. അത് കുട്ടികളെ കുറ്റാണോ? ഒരു പരീക്ഷയാണോ വരുന്നത്? അതല്ല, കുട്ടികളുടെ ജീവനാണോ? ഒരു മനുഷ്യത്വമുള്ള സർക്കാർ അത് ആലോചിക്കണ്ടേ? വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതിന്റെ പെർസെന്റേജ് കൂടുതലാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്നലെ 11%. അപ്പോ അതേ സമയത്ത് ആദ്യം വന്ന ബോംബെയിലൊക്കെ 4.7%, മഹാരാഷ്ട്രയിൽ 5% ആണ്.
ഡൽഹിയിൽ 0.2 ആണ്. അവിടെയൊക്കെ കുറയുന്നു. ഡൽഹിയൊക്കെ എത്രമാത്രം കുറഞ്ഞു? എന്താ ഇവിടെ കുറയാത്തത്? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വിദ്യാസമ്പന്നരായ ആരോഗ്യ സമ്പന്നതയുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ട് ഇത് കുറയുന്നില്ല? സർക്കാരിന്റെ നടപടികൾ ഫലപ്രദമല്ല എന്നതിന് ഇതിനപ്പുറത്തൊരു തെളിവ് വേണം. വാക്സിൻ എന്തുകൊണ്ട് വാക്സിൻ പൂർത്തിയാക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല? എത്രയോ കോടികൾ ഈ പറയുന്ന കോവിഡിന്റെ പേരിൽ ലോകമെമ്പാടും നിന്നും കലക്ട് ചെയ്ത ഗവൺമെന്റ് ജനത്തിന്റെ സേവനത്തിന്, ജനത്തിന്റെ സൗകര്യത്തിന്, ജനത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്ത് മുൻകരുതൽ എടുത്തു എന്ന് പറയുമ്പോൾ പറഞ്ഞു പുച്ഛിച്ച് അല്ലല്ല, തെളിവുകൾ വെച്ച്, രേഖകൾ വെച്ച്, കണക്കുകൾ വെച്ച് മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ പറയണം ഇവിടെ ചെയ്ത മുൻകരുതൽ എന്താ. ബാക്കി സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ എടുത്തു. ആ ബാക്കി സംസ്ഥാനത്ത് മുൻകരുതൽ എടുത്തത് കൊണ്ട് അവിടെയൊക്കെ കുറയുന്നു, ഇവിടെ കുറയുന്നില്ല. ഇവിടെ കുറയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? എന്നിട്ട് കുറയാത്തതിന്റെ പുറത്ത് പിന്നെയും ധിക്കാരം കാണിച്ച് പരീക്ഷ നിർബന്ധമാക്കി പരീക്ഷയ്ക്ക് എഴുതാൻ കുട്ടികളെ അയച്ച് ഇവിടെ എന്താ സർക്കാർ തീരുമാനിക്കുന്നത്, ആലോചിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നടക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്ത് ഇനിയുള്ള പേപ്പറെങ്കിലും മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഈ കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീർത്തും ഒരു ഇരുട്ടക്കപ്പുറമാണ് ഗവൺമെന്റ്. എപ്പോഴാണ് ഇത് പൂർത്തിയാവുക എന്ന് സർക്കാരിന് പോലും നിശ്ചയമില്ല. ഞങ്ങളൊക്കെ നാടുകളിലെ പല ആശുപത്രികളും ചോദിക്കുമ്പോൾ അവർക്ക് സാധനം ലഭ്യമെന്നാണ് പറയുന്നത്. അവർക്ക് സാധനം ലഭ്യമാകുന്നില്ല എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് സാധനം ലഭ്യമാകണ്ടേ? വാക്സിൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണ്ടേ? വെന്റിലേറ്റർ ഇല്ലാത്ത ആശുപത്രികൾ കൂടിക്കൂടി വരുന്നു, രോഗികൾ കൂടിക്കൂടി വരുന്നു. വെന്റിലേറ്റർ ഇല്ല, ഓക്സിജൻ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളില്ല. ഒരുപാട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ രംഗത്ത് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സർക്കാർ അതിലൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കലാപത്തിൽ ഈ ഒരു പ്രകൃതി ദുരന്തത്തിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ സർക്കാർ ഉണ്ടാക്കിയ സമ്പത്ത് അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന കുറ്റാരോപണം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇത്രയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി പറയും. പരീക്ഷ നിർത്തിവെക്കണം, കുട്ടികളെ രക്ഷിക്കണം. അതാണ് എന്നതല്ല, രക്ഷിതാക്കളുടെ മുറവിളിയാണ്. ഞങ്ങൾക്കൊന്നും ഇരിക്കപ്പോതിയില്ല. എത്ര ടെലിഫോൺ ഒരു ദിവസം വരുന്നത്. തീർത്തും അപരിചിതരായ കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികളാണ് ഞങ്ങളെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് ഇടപെടി സാർ ഒന്ന് പരിഹരിച്ചതാ. ഞങ്ങള് ഗവർണർക്ക് ഞാൻ ഗവർണർക്ക് ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ഗവർണറുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ മുഖ്യമന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനൊക്കെ നേരിൽ മിക്കവാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാർ ഒരു വാശിയില്ല. ഇതിനാണ് വാശി, ആരോടാണ് വാശി എന്ന് എനിക്കറിയില്ല. അത് കുറഞ്ഞ രക്ഷിതാക്കൾ ആവശ്യപ്പെടും. നിങ്ങളതിന്റെ രണ്ടിന്റെയും മുരട്ടും ഡീമരട്ടും വിലയിരുത്താൻ ഒരു സാമാന്യ ബുദ്ധിക്ക് കഴിഞ്ഞില്ലേ? ഇത്തരം ഒരു സാഹചര്യത്തിൽ പരീക്ഷയുടെ കുട്ടികളെ അയക്കുന്നത് നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ അയക്കോ? നിങ്ങൾ അയക്കാൻ താല്പര്യപ്പെടുവോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്ക്. എന്താ ഉറപ്പ്? ഒരു കുട്ടി പോയാൽ കോവിഡ് പകരാൻ എന്താ ഉറപ്പ്? ഇന്നലത്തെ കോളേജിലെ അന്ന് പരീക്ഷ എഴുതുന്ന ഹാളും പരീക്ഷയുടെ പരിസരവും നിങ്ങൾ കണ്ടില്ലേ? കുട്ടികൾ കൂടെ കൂടി നിൽക്കുന്നത് കണ്ടില്ലേ? അത് കോവിഡ് ഇപ്പൊ ഇന്നലെ വന്നു, ഇന്നലെ പോസിറ്റീവായി 1-2 കുട്ടികൾക്ക്. അത് പകർന്നാൽ എന്താ സ്ഥിതി? ഈ പോയ കുട്ടികളൊക്കെ കിടക്കണ്ടേ? രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞതിനുള്ള യുക്തി എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുന്നത് എല്ലാ പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് വന്നതാണെന്ന് തിരക്കടില്ല. ഇനി അഞ്ചാമത്തെ 5th സെമസ്റ്ററിന്റെ പരീക്ഷന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. റിസൾട്ട് വരുത്താൻ പറ്റിയിട്ടില്ല യൂണിവേഴ്സിറ്റിയിൽ. ഇവർക്ക് 6ാം സെമസ്റ്റർ നടത്താൻ ഇത്ര നിൽക്കുന്നത്. സർക്കാർ നടപടി ഫലപ്രദമല്ല എന്ന് ആരോപിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു എന്ന് പറയുന്നു. ഏത് തരത്തിൽ വേണം ഈ നടപടി എന്നൊരു നിർദ്ദേശം വെക്കാൻ? നടപടി ഇവിടെ തന്നെ വാക്സിൻ ചെയ്യലാണ് ഏറ്റവും ഫലപ്രദമായ നടപടി.
പരമാവധി ആളുകളെ വാക്സിൻ ചെയ്യുക. ഞാൻ ചോദിക്കുന്നത്, വാക്സിൻ ചെയ്യുന്നതിന് പ്രായത്തിന്റെ അതിർവരമ്പുകൾ തിരിക്കുന്നതിൽ എന്ത് യുക്തിയാണ്? എല്ലാ ആളുകൾക്കും ഇത് വേണ്ടേ? പ്രസിഡന്റ്, ഈ വാക്സിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ഞങ്ങൾ ഈ പറയുന്നത്. കാരണം വാക്സിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരല്ല. വാക്സിൻ ഇപ്പൊ നിലവിൽ വാക്സിൻ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ്. കേരളത്തിന് ആവശ്യപ്പെട്ടിട്ട് 1 കോടി വാക്സിൻ ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുത്തില്ല. ഇന്നലെ മുഖ്യമന്ത്രി അത് പറഞ്ഞു, വാക്സിൻ. അപ്പൊ നിങ്ങൾ ഇത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തില് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അതുപോലെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ ആവശ്യത്തിന് വാക്സിൻ തരുന്നില്ല, കേരളത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ടിട്ട് വാക്സിൻ അനുമതി ആവശ്യപ്പെട്ടിട്ട് കൊടുക്കുന്നില്ല. മറ്റൊന്ന് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡ പ്രകാരമാണല്ലോ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസ്ഥാന സർക്കാരും മരണം, അങ്ങനെ പഞ്ചാബിൽ എവിടെയെങ്കിലും അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടാണ് ഈ മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്? വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളെ സാമാന്യ ബുദ്ധിയോട് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ രോഗം വന്ന് മരിച്ചവരെല്ലാം കോവിഡിന്റെ മരണത്തിന്റെ രക്തസാക്ഷികളല്ലേ? അത് നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തീർക്കേണ്ടുന്ന വിഷയമാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ സംസ്ഥാന സർക്കാരാണ് ഞങ്ങളെ രക്ഷാധികാരി. ഞങ്ങൾക്ക് അവരോടല്ലേ പറയാൻ പറ്റുന്നത്. ഞങ്ങൾ കേന്ദ്രത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം പലവട്ടം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി എത്ര തവണ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനോട്. അവിടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടി ഞങ്ങളെ കേന്ദ്ര കമ്മിറ്റി വിമർശിക്കുന്നു. പക്ഷപാതം അതിനകത്തില്ല. ഞാൻ പറയുന്നത് ഒരു പൊതുസത്യം, വിമർശിക്കാനല്ല. തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്താനും അതിന് നല്ല വശം ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളാനുമുള്ള അപേക്ഷയുമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വിമർശനമായിട്ട് ഇതിനെ കാണണ്ട. അപകടവുമായി ബന്ധപ്പെട്ട് വലിയ കൊട്ടേഷൻ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സിപിഎമ്മിന്റെ നേരെയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു പ്രതികരണം എന്റെ ഭാഗത്തുനിന്ന് പ്രസിഡന്റായിട്ട് വന്നില്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് വ്യക്തമായിട്ട്. ഇതേ ഞങ്ങൾക്ക് ഇതൊരു കുത്തരിയല്ല. ഇപ്പൊ അവിടെ ഇതെത്രയോ കാലമായി കണ്ണൂരിൽ നടക്കുന്ന വിഷയമാണ്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ജയിലിലേക്ക് കുടിശ്ശിനിയും സഹപ്രവർത്തകന്മാരും നിർമ്മാണി മണ്ണൂരും ഇവരൊക്കെ ജയിലിൽ പോയതിനു ശേഷം കണ്ണൂരിലെ സെൻട്രൽ ജയിലിന്റെ ഒക്കെ സാഹചര്യം ഞാൻ എത്രയോ തവണ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ചാനലിൽ പറയുന്നത് കേട്ടു, വളരെ ലാഘവത്തിൽ കുറ്റം ചെയ്തവരെ ആരെയും ഞങ്ങൾ ഉൾക്കൊള്ളില്ല. ഈ പറയുന്ന ആരെയെങ്കിലും ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് നട്ടലോടെ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? സാധിക്കുമോ? ഐ ചലഞ്ച്. കൊടിശ്ശേരിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ? നിർമ്മാണി മനോജിന് നടപടി സ്വീകരിക്കാൻ ഈ സർക്കാരിന് സാധിക്കും, സിപിഎമ്മിന് സാധിക്കും. അല്ല, ഇത് തന്നെയാണ് നിങ്ങള് പാർട്ടിയിലില്ല എന്ന് നിങ്ങളുടെ പ്രതികളും നിങ്ങളുടെ പാർട്ടിയും പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ്. ഇപ്പോ ആകാശത്തിന്റെ പറഞ്ഞില്ലേ, ഞാൻ പാർട്ടിയിലില്ല, എന്നെ പുറത്താക്കിയിരിക്കുന്നു. പി ജയരാജൻ പോയി പത്രസമ്മേളനം ശ്വാസം മുട്ടി പറയുന്നു പുറത്താക്കി. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ നടത്തുന്ന നാടകം. ആ നാടകം കളിച്ചുകൊണ്ടൊന്നും ജനത്തിന് അത് ബോധ്യാവില്ല. ഇവരൊക്കെ ഇന്നും സിപിഎമ്മിന്റെ പാർട്ടൻ പാർസലാണ് എന്ന് കണ്ണൂരിലേക്ക് തെളിവുകൾ സഹിതം പറയാം. IRPCകളെ എല്ലാം മുന്നണി പോരാളികളായ ഇവരൊക്കെ IRPC നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? പി ജയരാജന്റെ IRPCയെ ഇവർ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മുൻപിലായി നിങ്ങൾ എവിടെയാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കൊടിശ്ശേരിയെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചാപ്പരക്കേണ്ടി വരും. മൂക്കിനെ കൊണ്ട് പാർട്ടിയിലില്ലാതെ നിങ്ങൾ പറഞ്ഞാൽ പോലല്ലോ. ഞങ്ങൾക്കറിയാം പാർട്ടിയിലുണ്ട്. പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഈ ജയിലിൽ ഇത്രയും സൗകര്യങ്ങൾ ആരുടെ കളഞ്ഞു? നിങ്ങളൊന്ന് സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ടോ? ഒന്നെ സഹോദരൻ പോയിട്ടുണ്ടോ? അവിടെ അദ്ദേഹമാണ് ജയിൽ സൂപ്രണ്ട്. മറ്റൊരു ജയിൽ സൂപ്രണ്ട് അവിടെ ഇല്ല. അദ്ദേഹത്തിന് കീഴിൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ട്. എതിർത്ത് പറയുന്ന ഒരു ജയിൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാട്ടിത്തന്നാൽ നിങ്ങൾക്ക് ഞാൻ അവാർഡ് തരും. അവിടെ പരസ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ സെല്ലിന്റെ പരിസരത്ത് ഉദ്യോഗസ്ഥന്മാർ ആര് നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ജയിൽ സൂപ്രണ്ട് അല്ല, കൊടിശ്ശേരിയാണ്. അവിടെ നിങ്ങൾ ആകാശ് ഇല്ലങ്കേരി അവിടെ തടവുകാരനായി ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കാമുകിയുമായി
സംസാരിക്കാനും ലഭിക്കാനും ഒക്കെ അവിടെ പ്രത്യേക സമയവും പ്രത്യേക മുറിയും കൊടുത്തതിലേക്കറിയോ? ആരാ സഹായിക്കുന്നതിന്? എന്നിട്ട് നാളമില്ലാതെ ഇങ്ങനെ പറയും പുറത്താക്കി പുറത്താക്കി എന്ന് പുറത്താക്കി. ആരെ പുറത്താക്കി? നിങ്ങൾ പറഞ്ഞ ആളുകളെ കണ്ണിൽ പൊടിയിടുക. നിങ്ങൾക്കതിനൊന്നും ധൈര്യമില്ല. എന്താ ചോദിച്ചാൽ അവരുടെയൊക്കെ കൈകളിൽ നിങ്ങളെ ദൂഷിച്ച് മാറുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരാൾ പറഞ്ഞില്ലേ, ആകാശത്തിലേക്ക് പറഞ്ഞില്ലേ, ഞാൻ പ്രതികരിക്കേണ്ടി വരും. എന്റെ ആകാശത്തിലേക്ക് എങ്ങനെ പറഞ്ഞത്? ഡിവൈഎഫ്ഐ സെക്രട്ടറി അവരെ തള്ളി പറഞ്ഞപ്പോ ആകാശത്തിലേക്ക് ഉത്തരല്ല. പ്രതികരണം പ്രതീക്ഷിക്കാം. തീർന്നില്ലേ? ആരും വിളിച്ചില്ലേ പോയിട്ട്? പ്രതികരണം വന്നോ? ഇല്ലല്ലോ, തന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അതിനൊന്നുള്ള തന്റെയില്ല, നിങ്ങൾക്ക് അതിനൊന്നുമുള്ള കഴിവില്ല, നിങ്ങൾക്ക് അതിനൊന്നുമുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം നിങ്ങളെയൊക്കെ കൈകൾ വിലങ്ങ് വെക്കപ്പെട്ടിരിക്കുന്നു. എണ്ണി എണ്ണി പറയേണ്ട ഒരുപാട് കാര്യമുണ്ട്. പറയാൻ നേരം പതുക്കുന്നത് വരെ പറയാം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഇവർ അനുസരിക്കണമെങ്കിൽ അവർക്ക് റോൾ മോഡലാകാം. ചെറുപ്പക്കാരുടെ പ്രായത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. ഒരു അടിപൊളി ജീവിതം ആഗ്രഹിക്കുന്ന കൂട്ട ചെറുപ്പക്കാരിൽ ഏറെ പേര് അവരതിന് പണം കണ്ടെത്താൻ നോക്കും. പണം കണ്ടെത്താൻ നോക്കുമ്പോൾ അതിന്റെ റോൾ മോഡൽ എന്താ? അതിന്റെ റോൾ മോഡൽ അവർ ബഹുമാനിക്കുന്ന ബിംബം പോലെ വെച്ച് ആരാധിക്കുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും തന്നെയാണ് അവരുടെ റോൾ മോഡൽ. എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് അവർ കാട്ടിക്കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടതെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട് അനുഭവത്തിലൂടെ. അവരും ആ വഴി വേർന്നു വന്നതല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് പണം വേണം. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ മുഖ്യമന്ത്രിക്ക് കസ്റ്റംസിന്റെ ഷോ കോസ് നോട്ടീസ് വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ റിപ്പോർട്ട്? ഷോ കോസ് നോട്ടീസ് നമ്പർ 29 2020-21. ഇതിനകത്ത് 150 പേജ് വരുന്ന ഷോ കോസ് നോട്ടീസാണ്. വായിച്ചോ നിങ്ങൾ ഇതാരെങ്കിലും? ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ റോളിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്നത് ഞാൻ 2-3 പേര് മാത്രം ഞാൻ വായിക്കാം. 210 പേരാ 210. The Council General through Srimati Swapna and Sri M. Shivashankar had arranged numerous meetings with the Chief Minister of Kerala in his residence and in the residence of Chief Minister of Kerala, bypassing the state protocol departments and directly breaching the protocol laid down by the Ministry of External Affairs. Mr. M. Shivashankar, in his voluntary statement deposed under Section 108 of the Custom Act 1962, has concreted this fact that he used to arrange a meeting for the Council General with the Chief Minister as and when informed by Srimati Swapna, and that Chief Minister had with the Council General. Srimati Swapna had deposed certain facts with regard to the meetings of the Council General with the Chief Minister in which she was present in the voluntary statement deposed by her under Section 108 of the Custom Act 1962. ഈ പറയുന്ന കൗൺസിൽ ജനറൽ നിങ്ങൾക്കറിയാം, വിയറ്റ്നാമിൽ നിന്ന് കള്ളക്കടത്ത് കടത്തിയിട്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ആക്കിയതാണ് കേരളത്തിലേക്ക്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കൗൺസിൽ ജനറൽ കാണാൻ എന്ത് അധികാരം, എന്ത് അവകാശം, എന്തിനു കാണണം? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കണ്ടു എന്നാ പറയണത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു എന്നാ പറയണത്, പല ഇടങ്ങളിലായി കണ്ടു എന്നാ പറയണത്. എന്തിനു കാണും മുഖ്യമന്ത്രി? പരിപ്പ് കച്ചവട, ഉള്ളി കച്ചവട, ടൊമാറ്റോ കച്ചവട, ഉരുളക്കിഴങ്ങ് കച്ചവട, എന്തിനു കണ്ടു അദ്ദേഹത്തെ? മുഖ്യമന്ത്രി എന്താ ഇതുവരെ ആനങ്ങിയില്ലല്ലോ. ഈ നോട്ടീസ് കിട്ടിയിട്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞോ? ആരോടെങ്കിലും ജനങ്ങളോട് പറയണ്ടേ? എന്തിനാണ് ദുബായിലെ കൗൺസിൽ ജനറലിനെ ഇദ്ദേഹം കാണുന്നത്? കണ്ടതെന്തിനാ? കൗൺസിൽ ജനറൽ എന്ന് പറയുന്നത് കള്ളക്കടത്ത് നടത്തി പരിചയം കിട്ടി പണിഷ്മെന്റിലൂടെ കേരളത്തിൽ വന്ന ഒരു കൗൺസിൽ ജനറൽ. ആ കൗൺസിൽ ജനറലെ സ്വപ്ന സുരേഷ് പറയുമ്പോ എവിടെ പോയി കാണാൻ മുഖ്യമന്ത്രി മെനക്കെട്ടു എന്ന് പറയുമ്പോ എന്താ നിങ്ങൾ വിലയിരുത്തുന്നത്?
തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. എവിടെ സംഭവിച്ചത്? ക്ലിഫ് ഹൗസിൽ വന്ന് സ്വപ്നം കണ്ടിരുന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസൽ ജനറൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിനും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ അല്ല, അത് തെറ്റാണ്. സ്വപ്ന സുരേഷ് അവിടെ നിൽക്കട്ടെ. സ്വപ്ന സുരേഷ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അയാൾക്ക് അറിയില്ലെങ്കിലും 4 കൊല്ലം പുള്ളിക്ക് അറിയില്ലായിരുന്നു സ്വപ്ന സുരേഷിനെ. ഏത് സ്വപ്ന ഏത് സ്വപ്ന ഏത് സുരേഷ് കൂടെ ചോദിച്ച ആളാണ്. പോട്ടെ, 4 വർഷം കൂടെ നിന്നിട്ട് സ്വപ്ന സുരേഷ് അല്ല, കൗൺസിൽ ജനറൽ എന്തിന് മുഖ്യമന്ത്രിയെ കാണണം? മുഖ്യമന്ത്രി എന്തിന് കൗൺസിൽ ജനറൽ കാണണം? പ്രോട്ടോകോൾ ലംഘിച്ച്, ഭരണഘടനയുടെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് നിങ്ങൾക്ക് എന്ത് അധികാരം, നിങ്ങൾക്ക് എന്ത് അവകാശം, നിങ്ങൾ എന്തിന് അദ്ദേഹത്തെ കാണുന്നു? പറയണം ജനത്തോട്, പറയണം ജനത്തോട്. ഞാൻ മുഖ്യമന്ത്രിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ എപ്പോ മുഖ്യമന്ത്രി ഇത് പറയേണ്ടി വന്നതാ. പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടല്ലോ. പ്രതിപക്ഷ നേതാവ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തുന്ന അദ്ദേഹത്തിന് വീട്ടിൽ പറ്റുന്നല്ല. ശങ്കരന്റെ ശിവശങ്കരന്റെ സ്വപ്നന്റെ സാന്നിധ്യത്തിലല്ല. അവിടെ മുഖ്യമന്ത്രി സുധാര്യനാവണം. ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു അപമതിപ്പുണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് സമൂഹം വിലയിരുത്തണമെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെയാണ് ഈ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് നടത്തിയപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പലവട്ടം പറഞ്ഞില്ലേ? സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയില്ലേ? നമ്മളെ എന്താ പേര്, അർജുനാരംഗീലും അതുപോലെ തന്നെ നമ്മുടെ ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഇപ്പൊ സ്വർണ്ണക്കടത്തിലല്ലേ ആക്ഷേപം. മുഖ്യമന്ത്രി എന്ത് ചെയ്യുമെന്ന് പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ത് ചെയ്യുമെന്ന് പറയും. സ്വർണ്ണം കടത്തിയില്ലേ, ഡോളർ കടത്തിയില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മതത്തോടും അനുഗ്രഹത്തോടും ഉപദേശത്തോടും ശുപാർശയോടെയൊക്കെ നടത്തിയതൊക്കെ. ഇങ്ങനെ അനധികൃതമായി പണമുണ്ടാക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ശിഷ്യന്മാർ അതേ വഴിക്ക് സഞ്ചരിച്ചെങ്കിൽ എന്തിനാ അവരെ കുറ്റം പറയുന്നു? ഞാൻ ആ വിഷയത്തെ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താനല്ല ആലോചിക്കുന്നത്. ഞാൻ ജീവിതത്തിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കാതെ സുഖകരമായി ജീവിക്കാനുള്ള ഒരു മാർഗം, മുഖ്യമന്ത്രി ചെയ്യുന്ന ഒരു മാർഗം, സ്വന്തം അനുയായികൾ ചെയ്ത അനുയായികളെ കുറ്റപ്പെടുത്തുന്നത് എന്ത് കാര്യം? എന്ത് കാര്യം? നേതാക്കന്മാർ ഓരോരാളുകളും കോടി കെട്ടുന്നു. പ്രത്യയശാസ്ത്രം, തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന വർഗം. കള്ളക്കടത്തിന്റെ ഒരു ഭാഗം പാർട്ടിക്കാരെന്ന് പറയുന്നു. ആരാണ് പാർട്ടി? ആരാണ് പാർട്ടി? പറയണ്ടേ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ആരാധിക്കുന്ന മുഖ്യമന്ത്രി, മറ്റു നേതാക്കന്മാർ, ഇ പി ജയരാജനൊക്കെ ഇന്നിപ്പോ എന്താണ് നിലവാരം? തൊഴിലാളിയുടെ നിലവാരം എന്താ? പിണറായിയുടെ നിലവാരം എന്താ? തൊഴിലാളി സർവാധിപത്യം പോയി മുതലാളി സർവാധിപത്യത്തിലേക്കല്ലേ ഇവരൊക്കെ പോകുന്നത്? തൊഴിലാളി വർഗത്തെ കുറിച്ച് സംസാരിക്കാൻ ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടവരല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ? കമ്മ്യൂണിസ്റ്റ് പറയാ, നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ? എന്താ കമ്മ്യൂണിസം? നിങ്ങൾ നടപ്പിലാക്കുന്ന കമ്മ്യൂണിസം എന്താ? നിങ്ങൾ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണോ? അച്യുതാനന്ദൻ പറഞ്ഞാൽ മനസ്സിലാകും, നായനാർ പറഞ്ഞാൽ മനസ്സിലാകും, പിണറായി വിജയൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ഇ പി ജയരാജൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, കോടിയേരി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇവിടെ. ആരാ കമ്മ്യൂണിസ്റ്റുകാർ? അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാ. നിങ്ങളെപ്പോലുള്ള ഹിപ്പോക്രറ്റ് കമ്മ്യൂണിസ്റ്റുകളല്ല. കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച് കോടിയുടെ ഉടമകളായി മാറുന്ന നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ കുറിച്ചും തൊഴിലാളി വർഗത്തെ കുറിച്ചും തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചും വിമർശിക്കാൻ, എതിർക്കാൻ, പറയാൻ, സമർത്ഥിക്കാൻ എന്തവകാശം? ഈ സ്വർണ്ണക്കടത്ത് കേസ്, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസാണല്ലോ പറയുന്നത്. അതില് ഒരു പ്രധാനപ്പെട്ട പ്രതി സുഹൈൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ വട്ടാപ്പി മണ്ഡലം ക്യാപ്റ്റനാണ്. അദ്ദേഹം ഒഴിവിലാണെന്നാണ് അറിയുന്നത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണല്ലോ. ഞാനിവിടെ ആളാണോ എന്ന് എനിക്കറിയില്ല, സുഹൈൽ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല. അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല.
എന്റെ ചോദ്യം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രിയുടെ അനുയായികളോടും അനുചരന്മാരോടും. കണ്ണൂർ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതങ്ങൾ മനസ്സിലാക്കണം, കണ്ണൂർ എന്ന് പറയുന്ന ജില്ല ഇതെത്രയോ വർഷം കണ്ട് 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 മരവിച്ചു പോയ ജില്ലയാണ്. 1, 2, 3 അല്ല സംഭവങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു പുതുമയും പുത്തരിയൊന്നുമില്ല. അവിടെ നിങ്ങൾ ഇവർക്ക് മുമ്പിൽ റോൾ മോഡലായി നിൽക്കുന്ന ഒരു യുവത്വം ആസ്വദിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരന്റെ മുമ്പിൽ പണമുണ്ടാക്കാനുള്ള മാർഗത്തിന് ഒരു റോൾ മോഡൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ റോൾ മോഡലിനെ അനുകരിക്കുന്ന ചെറുപ്പക്കാർ അവരെ കുറ്റം പറയുന്നു. അവർ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന ഒരു നേതാവ് റോൾ മോഡലായി ഹൗ ടു മേക്ക് മണി എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടികൾ ആ വഴിയെ പോയെങ്കിൽ അവരെ കുറ്റം പറയണോ, അവരെ വിമർശിക്കണോ, അവരെ എതിർക്കണോ? ഞാൻ ആ വിഷയത്തെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയങ്ങളെല്ലാം കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് ചർച്ച. അപ്പൊ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ വന്നിട്ട് എന്തായ സ്ഥിതി എന്നറിയാമല്ലോ എന്നാണ് ചോദിച്ചത്. പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അത് ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പാവും. അത് ഏതോ കുറ്റങ്ങൾക്ക് മാപ്പാണോ? ഇലക്ഷന്റെ ഈ തവണത്തെ ഇലക്ഷൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് തീർത്തും വ്യതിരിക്തമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള സ്വല്പം ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് അറിയാം. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിട്ടൊക്കെ പറയണം, എനിക്കിങ്ങനെ പറയാൻ പറ്റും. എന്റെ മുമ്പിൽ എനിക്ക് മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ കിട്ടിയെങ്കിൽ ഞാൻ 10 മൈക്കിലെ പ്രസംഗം കൊണ്ട് ഞാൻ 10,000 ഞാൻ ഇത് ബോധ്യപ്പെടുത്തും. എവിടെയാണ് നമുക്ക് സാഹചര്യം? വീട് കയറാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റുമോ? പ്രചരണം നടത്താൻ പറ്റുമോ? പൊതുയോഗം നടത്താൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ നമുക്ക്. നിങ്ങളെ മാത്രം ഇടതുപക്ഷത്തിന്റെ ചെറുപ്പക്കാർക്ക് വളണ്ടിയർ കാർഡ് കൊടുത്ത് അവർ മാത്രം വീട്ടിൽ പോകുന്നു, കിറ്റ് കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, മരുന്ന് വാങ്ങി കൊടുക്കുന്നു. പിണറായി വന്നാൽ എന്താണ് പറയുന്നു? 6 മണിക്ക് പിണറായി ഇരിക്കുന്നു, ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വെള്ളം കുഴിച്ചിട്ടേ കൊടുക്കാം. തൊണ്ടയെ കുത്തിയാൽ ഷർട്ട് ഇങ്ങനെയാണ്, ചെരുപ്പ് ഇങ്ങനെ എന്ന് ഉപദേശിച്ചുകൊണ്ട് ആളുകളെ കയ്യിലെടുത്തു എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് പറ്റിയില്ല, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. നിങ്ങളെ തനി നിറം ജനത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ജനം കാർക്കിച്ചു തുപ്പിയ കപത്തിൽ ഒലിച്ചു പോകുമായിരുന്നു ഈ ഗവൺമെന്റ്. ഒരു കാര്യം, ഈ പി ജയരാജൻ കമ്പാരിറ്റീവ്ലി അഴിമതി കുറഞ്ഞ ഒരു നേതാവാണ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് CPM. പക്ഷേ ഈ അടുത്ത ദിവസം മുതൽ ആരോപണം ഈ പി ജയരാജൻ നേതൃത്വത്തിലുള്ള IRPCയിലേക്ക് ഇങ്ങനെയുള്ള കൊട്ടേഷന്റെ ഭാഗമായിട്ടുള്ള കള്ളപ്പണമൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ് ആരോപണം. അത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മുമ്പിൽ തെളിവൊന്നുമില്ല, പക്ഷേ വരുമാനമുണ്ട്. വരുമാനം എവിടെ നിന്നാണ്? അത് അവര് തന്നെ പറയുന്നു. ജയരാജൻ തന്നെ പറയണം IRPCയുടെ മണിയുടെ സോദരൻ എന്താണ് എന്ന് അദ്ദേഹം പറയുന്ന യുക്തി. എനിക്ക് അദ്ദേഹത്തിന് കള്ളപ്പണം വരുന്നതെന്നുള്ള വിവരമില്ല. ഞാൻ അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ട്. എനിക്ക് യോജിപ്പുള്ളവരും യോജിപ്പില്ലാത്തവരും. ജയരാജനോടൊന്നും യോജിപ്പില്ല, പക്ഷേ ജയരാജന്റെ പണത്തെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അത് വിത്ത് ഓൾ റിലവന്റ് റെക്കോർഡ്സ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ചും ഞാൻ പേരെടുത്ത് പറഞ്ഞവരെ കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഏത് കോടതിയിൽ വേണമെന്ന് പറഞ്ഞാലും ഞാൻ വരാം. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമായിട്ട് കൊട്ടേഷൻ സംഘിസ്ഥാനത്തിന് ബന്ധമുണ്ടെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോട് ഇന്നലെ ചോദിച്ചപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തുറന്ന് പറയാൻ. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കാണുന്നുണ്ട്. ഒരക്ഷരം വേണ്ടിയില്ലെന്നും എന്താ പറയുന്നത്? എന്താ പറയുന്നത്? സോ സംതിങ് റോങ് സംവെയർ. അത്രേ എവിഡൻസ് ഒന്നുമില്ല. ഞാനത് ഉത്തമ ബോധ്യത്തിലുള്ള ഇത് പറയുന്നത്. പക്ഷേ ഇതിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഐ തോട്ട് എന്തോ സംതിങ് ഉണ്ട് അതിൽ ഒന്നാണ്. ഞങ്ങൾക്ക് അത്രയും അതിനെക്കുറിച്ച് പ്രതികരിക്കും. ഈ സ്വർണ്ണക്കടത്തും കൊട്ടേഷനും അടക്കമുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനായി മഹാരാഷ്ട്ര മോഡൽ നിയമം കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പിന്തുണയ്ക്കുക.
നിലവിലുള്ള നിയമം മതി. നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും നീതിമാനായ ഭരണാധികാരിയും ഈ സംസ്ഥാനത്തുണ്ടെങ്കിൽ നിലവിലുള്ള നയം, നിലവിലുള്ള നിയമം രാഷ്ട്രീയ അധികാര കേരളത്തിൽ ഇവിടെ അത്രയൊന്നും പ്രശ്നങ്ങൾ ഈ പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ കുറച്ച് ആളുകൾ CPM ഭരണത്തിന്റെ തടവിൽ കുറെ ആളുകൾ ഈ ഗുണ്ടായിസം കാണിക്കുന്നു, ഈ കൊട്ടേഷൻ കാണിക്കുന്നു എന്നല്ലാതെ സാർവത്രികമാണെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് കൊലപാതകം നടക്കുന്നുണ്ട്, ഒരുപാട് കൊലപാതകം. CPM അകത്ത് എന്താ പറയാ, അവർക്ക് വന്നിരിക്കുന്നത് ഒരു പിന്നെ എന്താ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യശാസ്ത്രപരമായ ഒരു തകർച്ചയുടെ തുടക്കമാണോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കുന്നത്, ലോക്കൽ നേതാക്കന്മാരൊക്കെ ഏതെല്ലാം കേസിലാ പ്രതി, ഏതെല്ലാം കേസിലാ പ്രതി? കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയൊക്കെ ആനഭംഗപ്പെടുത്തിയും അവരെയൊക്കെ ഉപദ്രവിച്ചു, ദ്രോഹിച്ചു. എന്തോ ഒരു നിലവാരം തകർന്നുപോയ ഒരു പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുക. നിലവാര തകർച്ച ആ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുക. അത് തിരുത്താൻ നിലവാരമുള്ള നേതാക്കന്മാരുടെ അംഗസംഖ്യ അനുദിനം കുറയുന്നു ആ പാർട്ടിയിൽ എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണമെന്നാണ് എന്റെ വിശ്വാസം. CPM ഇല്ലാതാകണമെന്നോ CPM തകരണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയുന്നവരാണ് ഞാൻ. പക്ഷെ ആ പ്രസ്ഥാനം കളങ്കമറ്റൊരു പ്രസ്ഥാനമാകണം. തൊഴിലാളി വർഗത്തിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധമാകുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമായി CPM മാറണം. ഈ മൂല്യ തകർച്ചയിൽ നിന്ന് ആ പാർട്ടി കരകയറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിമർശനം അങ്ങനെ കാണാൻ അതിന്റെ നേതൃത്വം തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ജീവനക്കാരൻ ഒരു മോശം അനുഭവം ഉണ്ടായത് ഒരു പരാതി അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ പരാതി പുതിയ DGP-യെ കുറിച്ചല്ലോ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? അനിൽകാന്തിനെ പാവാണ്, നല്ല മനസ്സിന്റെ ഉടമസ്ഥനാണ്. പക്ഷേ ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കണ്ടറിഞ്ഞ് നേരിട്ടറിയാം. ശബരിമലയിലൊക്കെ ഞാനും അദ്ദേഹം കൂട്ടിമുട്ടിയിട്ടൊക്കെ ഉണ്ട്. ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഉണ്ടായാലും അവർ അദ്ദേഹത്തിന് മാത്രം നിശ്ചയദാർഢ്യം പോരല്ലോ. അതിന് നേതൃത്വം, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിനും ആ നിശ്ചയദാർഢ്യം വേണം. എങ്കിലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ സർക്കാരിനെയൊക്കെ തള്ളിപ്പറഞ്ഞു പോകുന്ന നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിക്കാത്ത DGP-മാരൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പാർട്ടി പറഞ്ഞത് കേൾക്കാത്ത എത്രയോ SP-മാരുണ്ടായിട്ടുണ്ട്. എനിക്കറിയാം എത്രയോ ആളുകളുണ്ട്. നട്ടലുള്ള പറഞ്ഞത് സാധിക്കും, പക്ഷെ യഥാർത്ഥം അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അനിൽകാന്തിൻ്റെത് ഭാവി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസുകൾ, അദ്ദേഹത്തിന്റെ അത് തെളിയിക്കട്ടെ. അദ്ദേഹം ഒരു കഴിവും പ്രാപ്തിയുമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ചെയ്യുന്നു. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ പൂർത്തിയായി. അതൊക്കെ നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് പറയാം. തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി സമയം. ഞാൻ പറഞ്ഞ എത്ര സമയം എടുക്കും? അപ്പോൾ നമുക്കിടെ അവസാനിപ്പിക്കാം.